ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. ഇവിടെ നിങ്ങൾ ഉറപ്പായും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ശ്രീകൃഷ്ണ സന്ദേശം എന്തെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി, അബണ്ടൻസ്, മേക്ക് ദ റൈറ്റ് ചോയ്സ്, റെസ്പെക്ട്, ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത്. ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരരുത്. അത് ശരിയാവോ, എന്തായിത്തീരും എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. എല്ലാം ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രവൃത്തികളിലും നെഗറ്റിവിറ്റി കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അബണ്ടൻസ് നിങ്ങളിലോട്ട് വരുന്നുണ്ട്. വിശ്വസിക്കുക, ഭഗവാൻ നിങ്ങളിൽ വളരെയധികം പ്രീതിയുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഹാർഡ് വർക്ക്സിനും പ്രതിഫലം തരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ വളരെയധികം സന്തോഷവാനാണ് ഭഗവാൻ എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എളിമയുണ്ടാകണം, അഹങ്കാരം പാടില്ല. നിങ്ങൾക്ക് ഒരു ഈഗോ മൈൻഡ് വരാനുള്ള സാധ്യതയുണ്ട്, അത് പാടെ മാറ്റുക എന്നാണ് ഭഗവാൻ പറയുന്നത്. മായയിൽ ജീവിക്കുന്ന നമ്മൾ അതിലൊന്നും പെട്ടുപോകാതെ കൃത്യമായി ലൈഫ് പർപ്പസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ തീരുമാനവും വളരെ വ്യക്തമായി ആലോചിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. എന്താണോ നിങ്ങളുടെ സോള് പറയുന്നത് അതിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തികളോടും റെസ്പെക്റ്റ് കാണിക്കുക. നിങ്ങൾക്ക് ലൈഫ് ലെസൺസ് തന്നിട്ടുള്ള എല്ലാ ആളുകളെയും, അത് വേദനയുള്ളതായിട്ടുള്ള ആയാലും ശരി, സന്തോഷം നൽകിയിട്ടുള്ള ആയാലും ശരി, എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങൾക്ക് സ്പിരിച്വൽ ലെസൺസ് പകർന്നു തന്ന ഗുരുക്കന്മാരെ ഹൃദയം നിറഞ്ഞ നന്ദിയും ബഹുമാനവും അവർക്ക് അർപ്പിക്കുക. കാരണം അവരാണ് നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. നന്ദിയോടെ എല്ലാവരെയും സ്മരിക്കുക കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളെ വളരെയധികം പ്രഷ്യസ് ആയി തന്നെ കാണണം. അവരുമായി ചിലവിടാൻ കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക. ആപത്തിലും സന്തോഷത്തിലും ഒക്കെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്. അവരെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തന്നെ പിടിക്കുക കേട്ടോ. അവരെയും അതുപോലെ സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൂടെ ചേർത്ത് നിർത്തണം. അകമഴിഞ്ഞ കറയില്ലാത്ത ഭക്തിയും ആത്മാർത്ഥതയുമാണ് ഭഗവാന് നിങ്ങളിൽ നിന്ന് വേണ്ടത്. വിലപിടിപ്പുള്ള ഒരു കാര്യവും ഭഗവാൻ ആവശ്യമില്ല. ആ ധനം അർഹതപ്പെട്ടവരെ സഹായിക്കാനായി നിങ്ങൾ ചെലവഴിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവൃത്തികളാണ് ഭഗവാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീഡിങ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.